ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഫിഷ് കറി റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു ഫിഷ് കറി കണ്ടാൽ നല്ല തേങ്ങ അരച്ചുവിട്ട ഫിഷ് കറീനെ കാണിക്കുകയാണ്, പക്ഷേ നമ്മൾ ഇതിൽ തേങ്ങ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഒരു 2 സവാള അരിഞ്ഞിട്ട് അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുക്കുക. അതിനുശേഷം നമുക്കൊരു 6 പീസസ് ഗാർലിക്കും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കാം. ഇതുപോലെ നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുക്കണം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകുന്നത് വരെ ഇളക്കണം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ചില്ലിയാണ്. ഒരു 3 ചില്ലിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുക്കാം. ആ ഉള്ളിലൊക്കെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് തക്കാളിയാണ് കേട്ടോ. ഒരു 2 തക്കാളിയും കൂടി മുറിച്ചിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ടൊന്ന് അടച്ച് വെച്ചൊന്ന് കുക്കാക്കി എടുക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചാൽ മതി. ഇതിന് ശേഷം ഈ ഒരു പരുവത്തിലായിട്ടുണ്ടാവും. ആ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുക്കാം. ഇതിന് ഈ പച്ചമണം പോകുന്നത് വരെയാണ് ഇതും ഇളക്കിയെടുക്കേണ്ടത്. ഇതിൻ്റെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് പോയെന്ന് കാണുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഇതൊന്ന് നല്ല രീതിയിലൊന്ന് തണിയാൻ വെക്കാം. അതിനുശേഷം നമുക്ക് നമുക്കൊരു ജ്യൂസ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ല പേസ്റ്റ് പരുവത്തിൽ ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. പിന്നെ അതിനുശേഷം ഒരു പാത്രം എടുത്ത് നല്ല രീതിയിലൊന്ന് ചൂടാകുന്ന സമയത്ത് അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായെന്ന് കാണുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ ഉണ്ടാക്കിയെടുത്തുള്ള അരപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം നമുക്കിതിലേക്ക്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് നല്ല സോക്ക് ചെയ്ത് വെച്ച കുടംപൊളി. അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടൊരു 10 മിനിറ്റ് നല്ല രീതിയിൽ അടച്ച് വെച്ചൊന്ന് കുക്കാക്കി എടുക്കാം. അതിനുശേഷം നല്ല രീതിയിലൊന്ന് കറി തിളച്ച സമയത്ത് നമുക്കതിലേക്ക് ഫിഷ് ആഡ് ചെയ്യാം. എന്നിട്ട് ഈ സമയത്ത് വേണം നമുക്കിതിലേക്ക് ഉപ്പ് നോക്കാൻ. അപ്പോൾ നമുക്ക് ഉപ്പൊക്കെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്കിതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യാം. എന്നിട്ട് വീണ്ടും നല്ല രീതിയിലൊന്ന് തിളച്ച് വരണം കേട്ടോ. ആ ഒരു ഫിഷൊക്കെ നല്ല രീതിയിലൊന്ന് വെന്ത് വരണം. ആ ഫിഷൊക്കെ നല്ല രീതിയിൽ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു താളിക്കൽ തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 1/2 ഓണിയനും കൂടി ചെറുതായി ഇട്ടിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പം നമ്മൾ താളിച്ച് വെച്ചിട്ടുള്ള ഈ ഉള്ളിയൊക്കെ നമുക്ക് ഈ കറിയിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുക്കാം. അപ്പം നമ്മളുടെ കറി ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ.
അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.